എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ വിരുദ്ധാചലത്തിനടുത്താണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി തിരിച്ച് നാട്ടിലേക്ക് പോകാം. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും ക്ഷീണമൊക്കെ മാറിയില്ലേ? നല്ല സുഖമുണ്ട്. കടൽക്കാറ്റേറ്റ് മൊത്തം ഒരു സുഖമില്ലായിരിക്കായിരുന്നു. കന്യാകുമാരിയിലെ കടൽക്കാറ്റേറ്റ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ തിരിച്ച് സേലം വഴി അങ്ങ് പോവാം. സേലം, കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ നാട്ടിലേക്ക് പോവാം. ഇന്നലെ നിങ്ങൾ രാത്രിയിൽ എപ്പോഴാണ് വണ്ടി ഒതുക്കിയത്? ഞങ്ങളൊരു 1 മണിയായപ്പോ ഒതുക്കി. തമിഴ്നാടിന്റെ അടയാളം ഈ പുളിമരം. പഴയ വഴിയിലല്ല ഇതുപോലെ ആലുകളും പുളിയും പിന്നെ ആര്യവേപ്പും വലിയ വലിയ മരങ്ങളുണ്ട്. പക്ഷെ പുതിയ 4 ലൈനൊക്കെ വന്നു കഴിയുമ്പോ ഇതൊന്നുമില്ല. അല്ല, അതെല്ലാം വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞാൽ പിന്നെ സൈഡിൽ വെച്ചാലും ചിലപ്പം പിന്നെ അടുത്ത ഇപ്പൊ 4 ലൈൻ കഴിഞ്ഞ് 6 ലൈനൊക്കെ വരുമ്പോഴത്തേനും വീണ്ടും അത് വെട്ടി വരും. അത് വളർന്നു വരുമ്പോഴത്തേനും അത് വീണ്ടും വെട്ടിക്കളയും. കണ്ടോ, ഈ മരമൊക്കെ എത്ര വർഷം പഴക്കമുള്ള മരമായിരിക്കും. കണ്ടോ, ഒരു ബൈക്കിൽ പോകുന്ന സാധനങ്ങൾ കണ്ടോ എന്തേരാന്ന്. ലൈറ്റ് ലോഡാ അത്. നല്ല വെയിലത്തെ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും വെയിലാണ്, ചൂടുവാ. അപ്പൊ ഈ പുളിമരത്തിന്റെ തണലിലൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സുഖം, ആര്യവേപ്പിന്റെ തണലും ഒക്കെ, അതൊരു പ്രത്യേക സുഖം തന്നെ. ഈ പുളിമരമൊക്കെ വെട്ടാൻ തോന്നുന്നു, ഒതുക്കിയതാ. അതുകൊണ്ടോ നമ്മള് പണ്ട് തമിഴ്നാട്ടിലേക്ക് വരല്ലേ, കമ്പത്തൂന്ന്. കമ്പംമെട്ടയും താഴോട്ട് ഇറങ്ങി വരുമ്പോഴേ മേളിന്നേ കാണുന്ന ഈ പുളിമരമാ. രാവിലെ കടയിൽ നിന്ന് കാപ്പ് കുടിക്കുന്നോ അതോ ഇന്നലത്തെ പഴയ കഞ്ഞി കഴിക്കുന്നോ? പഴയ കഞ്ഞി വേണേ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. രാജേഷ് റോയ്ക്ക് കുക്ക് ചെയ്യാൻ നല്ല പുളിമരം ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല. മാവ് തന്നെ വേണം അല്ലേ? വല്ലാത്തൊരാഗ്രഹം തന്നെ. ആര്യവേപ്പാണല്ലോ. ആര്യവേപ്പം പറ്റത്തില്ല. അതിനാന്നോ പണ്ട് ഇവിടെ പോയപ്പോഴേ, നമ്മളാ കുംഭമേളയ്ക്ക് പോയപ്പോഴേ, ശരിക്കും പറഞ്ഞാ അവിടെ മാവിന്റെ തണലിൽ ബസ്സുകാർ കയറ്റി നിർത്തി പാചകം ചെയ്യുന്ന കണ്ടായിരുന്നു. അന്നേരം തൊട്ടുള്ള ഒരു ആഗ്രഹം അതുപോലെ കയറ്റി. നമ്മളന്നേരം ധൃതി വെച്ച് പോയോണ്ട് നിർത്താൻ സമയമില്ലായിരുന്നു. പിന്നെ എപ്പോഴേലും ആട്ടെന്ന് വെച്ചിട്ട് ഇതുവരെ പറ്റിയില്ല. ഇതുവരെ ആ ആഗ്രഹം സാധിച്ചില്ല. ഒന്നുകൂടെ നമുക്ക് ആ വഴിക്ക് പോയാലോ? ഒന്നുകൂടെ പോയേക്കാം. സേലം 112 കിലോമീറ്റർ. ഇന്നലെ നമ്മൾ വന്ന വഴിയെല്ലാം 4 ലൈൻ ആയിരുന്നു. അതുകൊണ്ട് വണ്ടി എന്നെ പെട്ടെന്ന് ഓടിയെത്തി അല്ലേ. ഏകദേശം 530 കിലോമീറ്റർ നമ്മള് 12 മണിക്കൂർ കൊണ്ട് തന്നെ ഓടിയെത്തി. സാധാരണ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ വണ്ടി ഓടിയെത്താൻ കാരനായതുകൊണ്ട് വലിയ വെടിയിൽ വിടാൻ പറ്റില്ലല്ലോ, കൂടുതൽ സമയം എടുക്കുമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അത്രയും കിലോമീറ്റർ ഓടിയില്ലേ? എനിക്ക് തോന്നുന്നേ കുംഭമേള ട്രിപ്പ് കഴിഞ്ഞിട്ട് അത്രയും കിലോമീറ്റർ ഓടുന്ന ഒരു ദിവസം ഓടുന്ന ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കുംഭമേളയ്ക്ക് പോയപ്പം ഡെയിലി ഒരു 1000 കിലോമീറ്റർ വെച്ച് ഓടിയില്ലേ? 3 ദിവസം കൊണ്ട് നമ്മൾ ചെന്നു 1000 കിലോമീറ്റർ അടുത്ത് ഓടി. മുല്ലപ്പൂവും റോസപ്പൂവും കൂടെ ആണെന്ന് തോന്നുന്നു കെട്ടിയേക്കുന്നേ. വേണോ? വേണ്ട വേണ്ട. തമിഴ്നാട്ടിലെല്ലാം പൂ ഒരു വികാരമാണ്. അതെ അതെ, പ്രത്യേകിച്ച് മല്ലികപ്പൂ. പട്ടത്തിപ്പൂ ഉണ്ടായിരുന്നു, കനകാംബരം. ആ ഓറഞ്ച് കളറിലെ പൂ കണ്ടില്ലേ? പണ്ട് ചെറുപ്പത്തിലൊക്കെ അതൊക്കെ എടുത്ത് മുല്ലപ്പൂ അതും കൂടെ കൂട്ടി കെട്ടി തലയിൽ ചൂടുമായിരുന്നു. ശരിക്കും നമ്മള് ട്രക്കർ എടുക്കാൻ വന്നപ്പം നമ്മുടെ പ്ലാൻ ഇങ്ങനെയല്ലായിരുന്നു. അതെ, അവിടുന്ന് ട്രക്കർ എടുത്തിട്ട് മറ്റേ തെങ്കാശി വഴി തിരിച്ച് പുല്ലൂർ വഴി കയറി പോണെന്നാ ഓർത്തത്. തെങ്കാശി വഴി അങ്ങനെ വന്നിട്ടില്ലാത്തോണ്ട് അതുവഴി പോകാനായിട്ട് കൂടെ വന്നത്. ആര്യങ്കാവ് വഴിയൊക്കെ ആ റൂട്ടിൽ പോണെന്നാ ഓർത്തത്. പക്ഷേ പ്ലാൻ എല്ലാം പെട്ടെന്നായിരുന്നു തെറ്റി. അപ്പൊ ഇവിടെ വരെ അത്യാവശ്യമായിട്ട് നമുക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ അവരെ പിന്നെ അങ്ങനെ വീട്ടിലേക്കും വിട്ടു, നമ്മളതിലെ ഇങ്ങോട്ടും പോന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയും അല്ല, ഈ റൂട്ടിൽ വരുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം രാമേശ്വരം, മറ്റേ വേളാങ്കണ്ണി, ഇവിടെ കുറെ സ്ഥലങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തഞ്ചാവൂരൊക്കെ എന്തേരം കാണാനുണ്ടെന്നല്ലേ നല്ല. അപ്പൊ അത് വരണമെന്ന് കൊണ്ട് നമ്മൾ ഇരിക്കുന്നതാണ്. പക്ഷെ ഇനിയിപ്പം ഇവിടെ കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ചൂട് കുറവുള്ള സമയത്ത് നോക്കി ഇങ്ങോട്ട് വരാമോ നോക്കാം. ജനുവരിയൊക്കെ, ഡിസംബർ ജനുവരിയൊക്കെ ഈ സമയമൊക്കെ അങ്ങനെ തന്നെയാ. ഇനിയിപ്പം മഴയൊക്കെ പെയ്യുന്ന സമയമല്ലേ. പക്ഷേ നമ്മളിനിയിപ്പം 66 ഒത്തിരി ദിവസമായില്ലേ ചുമ്മാ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ലോഡ് വേഗം സെറ്റ് ആക്കുക കേട്ടോ. ലോഡ് സെറ്റ് ചെയ്തോ? എന്നാന്ന് വെച്ചാൽ ഇനിയും ഒത്തിരി ദിവസമായി 66 പോയിട്ട്. ശരിയാ. അല്ലേലും ശരിയാ, കൊറേ ദിവസം ഇരുന്ന് കഴിയുമ്പത്തേനും പിന്നെ ഉണ്ടല്ലോ മടിയാവും. അപ്പൊ അതുകൊണ്ട് 66 ഒരു ലോഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ആഴ്ച തന്നെ എങ്ങോട്ടേലും വിട്ടേക്കാം. ഇത്രയും അടുത്ത് വരെ വന്നപ്പോഴേ പോണ്ടിച്ചേരി വരെ പോണ്ടിയായിരുന്നു, ഇതുവരെ പോയിട്ടില്ല. പോണ്ടിച്ചേരിക്കൊന്നും വലിയ ദൂരം ഇല്ല. പോണ്ടിച്ചേരിയൊക്കെ ഞങ്ങള്
കാരവന്റെ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് പോയ പോണ്ടിച്ചേരിക്കായിരുന്നു. അത് നിങ്ങള് നമ്മളെ കൊണ്ടുപോവാതല്ലേ ബാച്ചിലർ ട്രിപ്പ്. എന്നെ കൊണ്ടുപോയില്ല. അത് എവിടെയെങ്കിലും നല്ല കട നോക്കി നിർത്തി കേട്ടോ. വിശക്കാൻ തുടങ്ങി. വിശപ്പ് മാത്രം ഞങ്ങൾ സഹിക്കല, മറ്റെന്തും ഞങ്ങൾ സഹിക്കും. ഇതെല്ലാം കപ്പയാ കൃഷി ചെയ്തേക്കുന്നത്. എന്നെ അടുപ്പിച്ചാ കപ്പ നട്ടേക്കുന്നത് അല്ലേ? അങ്ങനെ ഇവിടെ ഇഞ്ചി നടുകയല്ലേ, ഇഞ്ചി നടുന്ന പോലെ കപ്പ നടുന്നത്. നമ്മുടെ അവിടെ ഇത്തിരി സ്പേസ് ഇട്ടിട്ടാ നടുന്നത്. നമ്മുടെ അവിടെയാണ് ഓരോ കൂമ്പലെടുത്തിട്ടില്ലേ നടുന്നത്. ഇത് അങ്ങനല്ല, ഇഞ്ചി പോലെ ഇങ്ങനെ ഇഞ്ചി നടുന്ന പോലെ നിരത്തി. ഇത് അവിടെ ചേന നിൽക്കുന്നു അപ്പുറം. പഴയ വീടുകളൊക്കെ ഇതുണ്ടോ? അതെ, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെയുള്ള വീടുകൾ, ഒത്തിരി പഴയ വീടുകളാണ്. കപ്പയ്ക്കൊരു ഊർജ്ജം ഇല്ലല്ലേ? വെയിലായോണ്ടായിരിക്കും. അല്ല, അടിപൊളി നെൽപ്പാടം. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലല്ലെങ്കിലും ഇഷ്ടം പോലെ കൃഷികളുണ്ട്. ഇല്ലാത്ത കൃഷികൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ പുത്തേ ട്രാവലോന്റെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുതിരവണ്ടി അല്ലേ? കുതിരവണ്ടി ചെറിയ ടയറാണല്ലോ, ചെറുതല്ല കേട്ടോ, ബൈക്കിന്റെ ടയർ, വലിയ ടയർ. തമിഴ്നാട് ആയോണ്ടേ ഗിയർ ഒന്നും മാറണ്ട, ചുമ്മാ ടോപ്പ് ഗിയർ കൊടുത്ത് ഇങ്ങനെ ഇരുന്നാ പോരെ, ഒരു തിരക്കും ഇല്ല വഴിയില്. അതുമല്ല പിന്നെ കയറ്റവർക്കങ്ങളില്ല, നല്ല ലെവൽ റോഡ്. തമിഴ്നാടിന്റെ ഒരു 90% സ്ഥലം ഇതുപോലെ ലെവലാ. അത് ശരിയാ. പിന്നെ ഈ ഊട്ടിയും പിന്നെ അവിടെ കൊടൈക്കനാലും ഒക്കെ അല്ലേ സൈഡൊക്കെ ചെറിയ മലനിരകളുള്ളൂ. പിന്നെ മറ്റേ ഏർക്കാട്, പിന്നെ കൂടലൂരിന്റെ സൈഡ്, പിന്നെ കൊള്ളി ഹിൽസ്, അങ്ങനെ കുറെ സ്ഥലങ്ങളുള്ളൂ. ബാക്കി മൊത്തം നിരപ്പാ, ചെറിയൊരു കയറ്റവർക്കം പോലും ഇല്ലല്ലോ. ചേനക്കൃഷി അതുകൊണ്ടോ? ഇതുണ്ടോ കപ്പ നട്ടേക്കുന്നുണ്ടോ? മൊത്തം നിരത്തി നട്ടേക്കല്ലേ, തൊട്ട് തന്നെ ഉണ്ടോ ചേനത്തോട്ടം. ചേന അതുപോലെ തന്നെ ഉണ്ടോ, അടുപ്പിച്ചടുപ്പിച്ച ഒരടി അകലേ ഉള്ളൂ. ഒരടി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇഞ്ചി കൃഷി കഴിഞ്ഞതല്ലോ? ഇഞ്ചി ഒന്നും വേറെന്തോ. സേലം 78 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് ഹൈവേയിലേക്ക് കയറിയേക്കാം. ഇപ്പൊ 4 ലൈൻ ആയിരിക്കും. ഇവിടെ ഇനിയും കട കാണുമോ? കടയാണ് പ്രശ്നം. പക്കത്തിലേ ഒരു കട ഇருக்கு, ഹോട്ടൽ ഇருக்கு, ടിഫിൻ ഷാപ്പിട്ട് പോലാ. ഓരം കെട്ട്, ഓരം കെട്ടാൻ, ഓരം കെട്ടി നിപ്പാട്ട് ഓരത്തിലേ കെട്ടിയിരിക്ക്. ഞാൻ ഓർത്തി ഓരം കെട്ടാൻ എന്ത് സംഭവം മത്സരംകാലത്ത് അതിന്റെ പറിച്ചില്ല പറയുന്നത്. என்ன வேணும்? പൊറോട്ട இருக்கு, தோசை இருக்கு, இட்லி முடிஞ்சு. ദോശയാണേലും മതിയായിരുന്നു. வாத்து இருக்கு வேணுமா? வாத்துக்கறி இருக்கு. വാത്ത്? വാട്ടുകറി? വാത്തുകറി വേണമാ? എന്നാന്നറിയാതെ എങ്ങനെ വാട്ടുകറിയൊക്കെ പറയുന്നത്? താറാവ് കറിയുണ്ട്, താറാവ് കറിയുണ്ട്, നാട്ടുകോഴി ഇருக்கு. ഒരു വാത്ത് മേടിക്കാം. ഒത്തിരി നാളായിരുന്നു. ഒരു വാത്തുകറി ഒന്ന് മേടിക്കാം, ഒരു നാട്ടുകോഴിയും മേടിക്കാം, കുറച്ച് 3 പേരില്ലേ, എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിക്കാം. അപ്പൊ പിന്നെ ദോശ വേണോ? അതായത് പൊറോട്ട മതിയോ? അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവർക്കും പൊറോട്ട. അതെ, വന്നു കഴിഞ്ഞു. ഒരു വാത്ത് ഫ്രൈ വന്നിருக்கு, ഇത് നാട്ടുകോഴി. വാത്ത് ഫ്രൈ എപ്പോ നല്ല ഇരിക്കാ. കൊയ്ത്തന്ത്രങ്ങളുടെ ഷോറൂമാണ്. ഈ ട്രെയിലറെ വന്നേക്കുന്ന കമ്പനിയിൽ നിന്ന് പുതിയത് വന്നേക്കുന്ന. ഇവിടെയും കമുകുന്തോപ്പുണ്ടല്ലോ. കമുകുന്തോപ്പ് ഉണ്ട്, പക്ഷെ ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു. കർണാടകയിൽ ഏറ്റവും കൂടുതലുള്ള. അതെ, നമുക്കേ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പോവാം. ഓലപ്പാടി 3 കിലോമീറ്റർ, ഇതൊരു റെയിൽവേ ക്രോസ് ഉണ്ട്. നല്ല അടിപൊളി കമുകുന്തോപ്പും വാഴത്തോപ്പും തെങ്ങും ഉണ്ട് അതിനകത്ത്. അല്ല, കമുകിന്റെ തൈ വേറെ നട്ടിട്ടുണ്ടല്ലോ. ഇവിടെ അടയ്ക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടയ്ക്കാണ്ട്, പക്ഷെ വലുതായിട്ട് ഇല്ലെന്ന് തോന്നുന്നു. കൃഷി കുറച്ചേ ഉള്ളൂ, വലിയ തോട്ടങ്ങൾ കാണുന്നില്ല. ഇതൊരു ലേക്കാ കേട്ടോ, പക്ഷെ വെള്ളം വളരെ കുറവ്. പക്ഷെ മഴക്കാലത്ത് വെള്ളം കയറി വരും. പിന്നെ ആ മെയിൻ റോഡിൽ പോയാൽ ഇത് ഈ കാഴ്ചകൾ കാണാൻ പറ്റുമോ? നല്ല പ്രകൃതി രമണീയമായ ഒരു റൂട്ടല്ലേ. സ്വാമിജി ആണല്ലോ, സ്വാമിജി. അപ്പൊ നമ്മളതേ ഓലപ്പാടി എത്തി. ഓലപ്പാടി വില്ലേജ് ആണ് ഇത്. അംഗൻവാടിയാണോ സ്കൂളാണോ? സ്കൂൾ ഉണ്ടോ? ചെറിയൊരു ഗ്രാമം. തമിഴ് ഗ്രാമങ്ങളിൽ കൂടെ പോയേക്കാം. ഇപ്പം ഇവിടുന്ന് ഞാൻ കുറേ അങ്ങ് ദൂരം ഗ്രാമങ്ങളിൽ കൂടെയാ. ഒരു അമ്പലം കണ്ടോ? എന്നാ കളർഫുൾ ആന്ന് നോക്കി. രഥമുണ്ടോ ഇവിടെ? കണ്ടോ? ഇവിടെ കൃഷികളൊന്നും തുടങ്ങിയില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും.
ഇവിടെ കരിമ്പ് കൃഷിയായിരുന്നു. കരിമ്പൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഇളക്കിയിട്ടേക്കുക മണ്ണെല്ലാം. ഈ വാഴത്തോപ്പിലെല്ലാം വാഴയുടെ ഇല കണ്ടോ, മൊത്തം പൊട്ടി വിണ്ട് കയറി കിടക്കുക. അതെന്നാന്നറിയാം, കാറ്റുണ്ട് ഇവിടെ നല്ല, അതുകൊണ്ടാ. ഇത് നീല ബീൻസാ. ബീൻസ് നീല ബീൻസാണോ? ആ, അതോ സാധാ ബീൻസാണോ? സാധാ ബീൻസ് അല്ല, അതാ ഈ നീല കുറ്റി ബീൻസാ. ഇത് നീല ബീൻസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വേറൊരു സൈസ് പയറും ഉണ്ട് കേട്ടോ, നീല കളറിൽ. എന്നാണേലും നീല. ഇത് നീല എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാം ചോട്ടിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, തുള്ളിത്തുള്ളി ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതിനകത്ത് ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ വെള്ളം കുറച്ച് മതി. ഇതുണ്ടോ, കുറേച്ചേ വീഴുന്നുള്ളൂ ആ ചോട്ടിൽ മാത്രം. ഇത് രാവിലെയും വൈകിട്ട് ഈ പൈപ്പ് തുറന്നു വിടും. ആ സമയത്ത് തുള്ളിത്തുള്ളിയായിട്ട് ഇത് ചോട്ടിലേക്ക് വെള്ളം വീഴും. അപ്പോൾ തണുപ്പ് ചോട്ടിൽ നിൽക്കുകയും ചെയ്യും. വെള്ളം കുറച്ച് മതി താനും. എല്ലാമേ ചിന്ന ചിന്ന വഴി. ഇവിടെ പിന്നെ മഴ കുറവാണ്, എപ്പോഴും ചൂടാ. അല്ലെങ്കിൽ ഈ ഏരിയയിൽ മഴ കുറവുള്ള ഏരിയയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മഞ്ഞൾ കൃഷിയാണ്. മഞ്ഞൾ നടുക്കൊരു ചെറിയ കിണറുമുണ്ട്. അത് അത്ര ചെറിയ കിണറല്ല, ചെറുതല്ല, വലിയ കിണറാ. ഇതിന്റെ പുറകിലും ഒരു കിണറുണ്ട്. സൈഡിലോട്ട് നോക്കി. തെങ്ങിന്റെ മടലെടുത്ത് വെച്ചേക്കുന്നുണ്ട്, കത്തിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? കത്തിക്കാനായിരിക്കും. കപ്പയ്ക്ക് ഇവിടെ മഴയില്ലാഞ്ഞിട്ടാ ഇങ്ങനെ നിക്കുന്നേ. കപ്പയ്ക്ക് ആരോഗ്യമില്ല. അത് നനച്ചു കൊടുക്കുന്നുമില്ല. വെസ്റ്റേൺ ഗാർഡ്സ് അതെന്തോ ഷെഡാ? അതുണ്ട്, നിലത്ത് മുട്ടി അതിന്റെ ഷീറ്റ് ഇട്ടേക്കുന്നേ. അതെന്നാന്ന് മനസ്സിലാകുന്നില്ല. പഴയ വീടായിരുന്നു കേട്ടോ, അതങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് എടുത്തേക്കുന്നത്. വല്ല സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ളതായിരിക്കും, വളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇവിടുത്തെ വീടുകളൊക്കെ അങ്ങനെ. അതുകൊണ്ടാ അങ്ങോട്ട് നോക്കിയേ. അത് ശരിയാ. ഞാൻ ഓർത്ത് പഴയ വീട് അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ വെക്കാൻ വേണ്ടി അങ്ങനെ ആക്കി എടുത്തായിരിക്കും. ഇതും പഴയ വീട് തന്നെ, പുതിയതായിട്ട് പണിതാണെന്ന് തോന്നുന്നില്ല. ഇതിന്റെ അടിയിൽ ഓലയുണ്ട്, ഈ ഷീറ്റിന്റെ അടിയില്. അതെ കണ്ടോ, അന്നേരം അകത്ത് ചൂടും ഉണ്ടാവില്ല. ഇതുണ്ട്, ഇത് പഴയ വീട്. ഇത് ഇവരുടെ പഴയതാ. ഇതുണ്ടോ, മണ്ണ് തേച്ച വീടുണ്ടോ, കല്ല് കെട്ടിട്ട്. അതിനും അങ്ങനെ തന്നെയാ, അടിയില് മണ്ണ് ഇതുണ്ട്, ഓലയുണ്ട്. ഇവിടെ അതുപോലുള്ള വീടുകളാണ് കൂടുതൽ. അതുകൊണ്ടോ, അത് അതെ കണ്ടോ, ആ മലയുടെ ചെരുവിലല്ല താഴ്വാരത്തുള്ള വീടുകൾ നല്ല രസമല്ലേ? പടം വരച്ചു വെച്ചേക്കോ നിൽക്കുന്ന പോലെ. ഈ ടിൻ ഷീറ്റ് ഇട്ടാ ഭയങ്കര ചൂടാ. അതിനകത്ത് ഓല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓല എന്നാന്നറിയോ, ഓലയുടെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കുന്നത്. അപ്പം എല്ലാ വർഷവും മേയേണ്ട ആവശ്യമില്ല, പോവുകയല്ല പെട്ടെന്ന്. അവരെ പണ്ടത്തെ വീടുകളെല്ലാം പുല്ല് മേഞ്ഞല്ലായിരുന്നോ, ഇപ്പൊ ടിൻ ഷീറ്റ് ആക്കി വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പുല്ല് മേഞ്ഞിട്ട് ടിൻ ഷീറ്റ് ഇടുവാണേ നല്ല ചൂടുണ്ടാവില്ല. പിന്നെ അവിടെ ചൂടുണ്ട്. ഈ വീട് 2000 പണിത വീടാ. ഈ കപ്പയ്ക്കകത്തൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇലക്ക് 2 കളർ ഉണ്ടോ, ഒരു മഞ്ഞ കളർ. ചൂടിട്ട ഒരു ചിന്ന കോവിൽ കട്ടക്കളം, അത് ചുടുകട്ടക്കളം. മഞ്ഞൾ കൃഷി അതൊക്കെ രാവിലെ നനച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലും പശുക്കളൊക്കെ ഉണ്ട്. ഇവിടെ മഴ പെയ്യാത്തതുകൊണ്ട് കൃഷി തുടങ്ങാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിയൊക്കെ ഉള്ളതാ അല്ലേ, എല്ലാവരും ഒരുക്കിയിട്ടേക്ക. മഴ പെയ്താൽ കൃഷി തുടങ്ങും. ഈ പ്രാവശ്യമേ പൊതുവേ മഴ കുറവാ. നമ്മുടെ ഇവിടെ നാട്ടിലും മഴ കുറവല്ലേ ഈ പ്രാവശ്യം. കർക്കിടകത്തിൽ പോലും നല്ല മഴ പെയ്തില്ല. പക്ഷേ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇതിന്റെ എല്ലാം മുതലും പലിശയും തീർത്തിങ്ങി വരും, പറയാൻ പറ്റത്തില്ല. മരം ഉള്ളതുകൊണ്ട് പശുക്കൾക്കൊക്കെ ഒരു തണല്. അവിടെ കടലക്കൃഷിയാന്ന് തോന്നുന്നത്. എല്ലാ വീടുകളിലും പശുവുണ്ട്, ട്രാക്ടറും ഉണ്ട്. ട്രാക്ടറും ഉണ്ട്. കൃഷിക്കാരല്ലേ എല്ലാവരും. ആ മലയിൽ കാണുന്ന എല്ലാം മുൾച്ചെടികളാ. അതെ, വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണ് അത് വളരുന്നത്. മലയുടെ താഴ്വാരത്താ കൃഷിസ്ഥലവും വീടും ഒക്കെ. ആ മലയുടെ ആ ഭാഗമില്ലേ, അവിടെ എല്ലാം ഫോറസ്റ്റാ. ഫോറസ്റ്റ് മൊത്തം കാടാ. അതെല്ലാം ആ മുൾച്ചെടി തന്നെയാന്ന് തോന്നുന്നു നിൽക്കുന്നത്. മൊത്തം പൊക്കമുള്ള ഒറ്റ മരങ്ങളില്ല. കുഴൽക്കണ്ട് കുത്തുന്ന വണ്ടി കിടക്കുന്നത്. മല്ലിയക്കരൈ കാവൽ നിലയം, സേലം മാവട്ടം. അപ്പം നമ്മൾ സേലം പോകാതെ നേരെ കോയമ്പത്തൂരേക്കല്ല, തൃച്ചങ്കോട് പോയിട്ട് തൃച്ചങ്കോട് വഴി അങ്ങ് പോവാം. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി പോവാം. ഒരുപാട് കഥകൾ ഉറങ്ങുന്ന സ്ഥലമാണ് തൃച്ചങ്കോട്. അതെ, കഥകൾ ഉറങ്ങുന്ന മണ്ണാണ്. മുമ്പത്തെ സൈക്കിളിന്റെ ബാക്കി കഥ പറഞ്ഞില്ലല്ലോ. സൈക്കിളിന്റെ പറയാം. സൈക്കിളിന്റെ കഥയെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, അന്യാർത്തുള്ളിൽ ഹോട്ടലുണ്ടായിരുന്ന സമയത്ത് പപ്പായുടെ വഴക്കണ്ട. ഈ അന്ന് കമ്പത്ത് പോയ ഈ പലചരക്ക് എടുക്കാൻ പോകുന്നത്, ഒരു ജീപ്പിന് ഒരു ലോഡ് സാധനമാണ് പോയി എടുത്തോണ്ട് വരുന്നത്, മൈദയും അങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പം ഇങ്ങനെ പോകുമ്പം സൈക്കിള് അങ്ങനെ പോകുമ്പോഴല്ല, ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സൈക്കിൾ വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പം അന്ന് ഈ കമ്പത്തുനിന്ന് കടയിൽ അവിടെ മൊത്തം കൊണ്ട് തക്കാളി കൊണ്ട് വിൽക്കുന്ന ഒരു അണ്ണനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എല്ലാ ആഴ്ചയും വരും. എല്ലാ ആഴ്ചയും വരുമ്പോൾ കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതും നമുക്കും കൊണ്ട് തക്കാളിയൊക്കെ തരും.
അപ്പം പുള്ളിയോട് പറഞ്ഞു വിട്ടു ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു, ചെറിയൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയോട് പറഞ്ഞിട്ടൊന്നും സൈക്കിൾ കൊണ്ടുവരുന്നില്ല, താമസിക്കുന്നു. അതിന് പിന്നെ വഴക്കുണ്ടാക്കി ഇപ്പോൾ ഒരു പ്രാവശ്യം കമ്പത്തിന് സാധനം എടുക്കാൻ പോയിട്ട് വന്നപ്പം ഒരു അരസൈക്കിൾ മേടിച്ചോണ്ട് വന്നു, ചുമന്ന ഒരു അരസൈക്കിൾ ഈ ലേഡീസിൻ്റെ പോലുള്ള ഈ ഇപ്പം ഇവിടെ കമ്പി ഇല്ലാത്തട്ടെ അത് മേടിച്ചോണ്ട് വന്ന് അങ്ങനെ അതും കൊണ്ട് കുറച്ച് ദിവസം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടേ ഈ തക്കാളി എണ്ണൻ പറഞ്ഞിരുന്ന പുള്ളി ഒരു സൈക്കിൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി അതും കൊണ്ടുവന്നു. രണ്ട് സൈക്കിള്, അത് മുക്കാൽ സൈക്കിളാ, ഇത് അരസൈക്കിളാ ആദ്യം മേടിച്ചത്. അപ്പോൾ 2 സൈക്കിളായ. അപ്പോൾ ഈ 2 സൈക്കിൾ എങ്ങനെയാ വെച്ചോണ്ടിരുന്നത്? എന്നാൽ പിന്നെ അപ്പോൾ ഈ 2 സൈക്കിൾ മാറി മാറി ചവിട്ടും. അപ്പോൾ ഈ അന്നൊന്നും അവിടെ ഒന്നും അധികം സൈക്കിളൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ വന്ന് ഈ സൈക്കിൾ ചോദിക്കാൻ തന്നെ ഈ വാടകയ്ക്ക്. അപ്പോൾ എന്നാ ചെയ്തു, പിന്നെ ഒരു പ്രാവശ്യം കമ്പത്തിൽ ചോദിച്ചു വന്നപ്പോൾ ഒരു ഫുൾ സൈക്കിൾ കൂടെ മേടിച്ചു. എന്നിട്ട് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നത് പപ്പ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ ഒരു 8-10 സൈക്കിൾ ഉണ്ടായിരുന്നു അല്ലേടാ, ഓർക്കുന്നുണ്ടോ? ഒത്തിരി സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കായിരുന്നു മണിക്കൂറിന് ഇത്ര രൂപയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഒരു സൈക്കിൾ നല്ല അടിപൊളിയായിട്ട് പണിതു. ഒരെണ്ണം പണിതിട്ട് പിന്നെ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ പിടിപ്പിച്ച് അത് പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്നില്ലായിരുന്നു, ബാക്കി വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ അത് കുറെ കാലം ഉണ്ടായിരുന്നു. പിന്നത്തെ കാര്യമൊന്നും ഓർക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേലും അതിലും വലിയ കാര്യമല്ലേ. പിന്നെ വഴക്കുണ്ടാക്കി ജീപ്പിലേക്ക് പോയി. അങ്ങനെ ജീപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ ജീപ്പ് എടുത്തപ്പോൾ പിന്നെ സൈക്കിളിലോട്ടൊന്നും അത്ര ശ്രദ്ധ പോകുന്നില്ല. സൈക്കിളൊക്കെ പിന്നെ കൊടുത്തെന്ന് തോന്നുന്നു. ഇതുണ്ടോ ചക്ക എന്തേരം നോക്കിയേ, ഇഷ്ടം പോലെ ആ സൈഡ് ഉള്ളത് കേട്ടോ. പച്ചയും പഴവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊല്ലി ഹിൽസ് 58 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്. കൊല്ലി ഹിൽസ് നമുക്കൊന്ന് വരണം, നമ്മുടെ തോക്കുമാരന്റെ വണ്ടിയും കൊണ്ട് വരാം നമുക്ക്. അതെ. അപ്പൊ ഇത് ഉറുമ്പെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. മുമ്പ് ഉറുമ്പെന്ന് ബോർഡ് കണ്ടില്ലേ? ഇത്ര നേരം നിരപ്പുഴയായിരുന്നു. ഇവിടെ ചെറിയൊരു ഇറക്കം ഇറങ്ങി നമ്മളിപ്പോ. കയറുണ്ടാക്കുന്നിടല്ലേ അതിന്റെ ചകിരിച്ചോറ്. അങ്ങ് അകലെ കാണുന്ന മലയിൽ എവിടെയെങ്കിലും കൊല്ലി ഹിൽസ്. എത്ര വളവുണ്ടെന്നറിയാം അവിടെ. ഹെയർപിൻ ബെൻഡ്. ഇതും ചെറിയൊരു ഗ്രാമമാണ്, പഴയ വീടുകളൊക്കെ. ഇവിടെയൊക്കെ മഞ്ഞൾ കൃഷി ഇഷ്ടം പോലെ ഉണ്ട്. കോയമ്പത്തൂർ 168 കിലോമീറ്റർ. നാമഗിരിപ്പെട്ടെ ഇതെല്ലാം ടൗണിനകത്തൂടെ തന്നെ വഴികള്. എല്ലായിടത്തും കണ്ടോ മരം വെച്ച് പിടിപ്പിച്ചു. ഇവിടെ ഉണ്ട് ചക്കപ്പഴം. അതുകൊണ്ട് നല്ല തണലും ഉണ്ട്. ചക്കപ്പഴമൊക്കെ കണ്ടിട്ട് നല്ല, പക്ഷെ നിറയെ ഈച്ചയാ, അതുകൊണ്ട് മേടിക്കാൻ തോന്നിയില്ലെങ്കിൽ പോന്നു. നല്ല മണികണ്ഠൻ ഈച്ചയാ. ഇവിടെയൊക്കെ എല്ലാ വീടിന്റെ മുറ്റത്ത് കോലം വരച്ചിട്ട് രാവിലെ. ഇത് കണ്ടോ, ഇതാ മധ്യപ്രദേശിലൊക്കെ കാണുന്ന ടൈപ്പ് അവിടെ. അതിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. വളരെ റയറായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാശിപുരം എത്തി. അപ്പം രാശിപുരം ബൈപ്പാസിൽ കൂടെ അങ്ങ് പോകാം. ചെന്നൈ കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രൊജക്റ്റ്, നാമക്കൽ, തുറയൂർ, കരൂർ. അത് മൊത്തം കടലക്കൃഷിയാന്ന് തോന്നുന്നു അല്ലേ? കടലയാ അത്. ഈ പോകുന്നത് NH 44. നമ്മള് 44 കയറുന്നുണ്ടോ? കേറുന്നില്ല, നമ്മള് 44-ന്റെ അടിയിൽ കൂടെ അങ്ങ് പോവാ. അതെ. തെങ്ങിൻ തോപ്പിനകത്തുണ്ട്. ഉള്ളിയാണ് നട്ടേക്കുന്നത്, നല്ല ചോളം കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം കുഴൽക്കിണർ അടിക്കുന്ന വണ്ടികളാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. കുഴൽക്കിണർ വണ്ടിയുടെ കേന്ദ്രമാണ് തിരുച്ചങ്കോട്. ഇതിന്റെ പണികളും അതുപോലെ തിരുച്ചങ്കോടുകാരാണ് കൂടുതലും ഈ ഇന്ത്യ മൊത്തം കുഴൽക്കിണറിന്റെ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ മൊത്തം അല്ലേ, ഇന്ത്യന്ന് വെളിയിലോട്ടും പോകുന്നുണ്ട്. വെളിയിലോട്ടും ഉണ്ട്. ഇന്ത്യ മൊത്തം ഒന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് വെളിയിലേക്കൊക്കെ, വെളി രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ആഫ്രിക്കയിലോട്ടൊക്കെ പോകുന്നില്ലേ? എങ്ങാണ്ടോടെ എല്ലാം വെളി രാജ്യങ്ങളിലേക്ക് ഒത്തിരി പോകുന്നുണ്ട്. ഇവിടുന്ന് വണ്ടി പണിത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇവര് തന്നെ അവിടുത്തെ പണി ചെയ്യുന്നത്. ആൾക്കാർ പോയി ചെയ്യുക. ചെറിയ മഴക്കാറുണ്ട്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്, ആവിയുണ്ട് നല്ല. നമ്മളങ്ങനെ വയ്യപ്പമലയിലെത്തി. വയ്യപ്പമല എന്ന ഈ സ്ഥലപ്പേര്. ആ മല അരികു ആ കാണുന്നത്. അതെ, ആ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. മുരുകന്റെ ക്ഷേത്രമാണ്. ഓം മുരുക എന്ന് എഴുതിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന്റെ അവിടെ വലിയൊരു വേല് കണ്ടോ, മുരുകന്റെ. തിരുച്ചങ്കോട് ഇതുപോലെ തന്നെ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അത് ഇതിലും വലിയ മലയാണ്. അത് വലിയ മലയാണ്. അമ്മയപ്പർ കോവിൽ. അമ്മയപ്പർ ഈ അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങളായി സൈഡിൽ കൂടെ എല്ലാം ഈ കടകളിലെല്ലാം. അങ്ങോട്ടേക്ക് റോഡുണ്ട് കേട്ടോ, വണ്ടികൾ കയറിപ്പോ. അപ്പോഴേ നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോയി. കഞ്ഞി കുടിച്ചേക്കാം. കഞ്ഞി മീനൊക്കെ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്ന് തോരനൊന്നും ഇല്ല. പാവയ്ക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ അതിനുള്ള സമയം കളഞ്ഞില്ല. വീട്ടിലേക്ക് പോന്നോണ്ടേ പെട്ടെന്ന് വീട്ടിലേക്ക് പോയേക്കാന്നുകൊണ്ടാ. മാണിക്കിന് ഇത്തിരി മാങ്ങാച്ചാറോടെ തരാം. അച്ചാറ്, കഞ്ഞി, പുളിശ്ശേരി, മീൻ വറുത്തത്. കടയിൽ നിന്ന് കഴിക്കുന്നില്ല, നല്ലതല്ലായിരുന്നോ? പിന്നെ മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു.
രാജേഷിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കുറച്ച് കടല പുഴുങ്ങിയതും കുറച്ച് കപ്പലണ്ടി ചുട്ടതും. അപ്പൊ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കുറച്ച് കടലയൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ. അതെ, അത് കൺഫ്യൂഷൻ ആവും. കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ കശുവണ്ടി, കാശു. കടല എന്ന് പറഞ്ഞാൽ നിലക്കടല. ഇത് രണ്ടും ഒന്നായിട്ട് കപ്പലണ്ടി രണ്ടിനും പേര് പറയും. അതെ. സൂര്യ വന്നാൽ പിന്നെ എനിക്കത് മനസ്സിലായ കപ്പലണ്ടി എന്ന് പറയുന്നത് ഈ കടലക്കാ പറയുന്നത്. അല്ലെങ്കിൽ അതാണോ ഇത് കറക്റ്റായിട്ട് വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ അല്ലെ പിള്ളാച്ചൻ കള്ളം പറയാം. കപ്പലണ്ടി അല്ല പറയുന്നത്. അപ്പൊ ഇവിടെ കശുവണ്ടി കിട്ടാൻ പാടായിരിക്കും. കടലയുണ്ട്. കടലയുണ്ട്. കടല എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഉപ്പിട്ട് പുഴുങ്ങണം അല്ലെ? അത് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ശരിക്കും പറഞ്ഞാലേ ഈ വണ്ടി വരാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഈ കടലെണ്ണ ആട്ടുന്നത് കണ്ടു. നമ്മൾ ഇന്നാള് പോയപ്പോ കണ്ടില്ലായിരുന്നു. കടല എണ്ണ ആട്ടുകയല്ല, കടലയാട്ടി എണ്ണ എടുക്കുന്നത്. നിലക്കടല. ആന്ധ്രല്ലേ അത് കൂടുതൽ അവർ യൂസ് ചെയ്യുന്നു ഈ എണ്ണ. അതുപോലെ തന്നെ സോയാബീൻ ആട്ടി എണ്ണ എടുക്കുന്നത്. അതെ, മധ്യപ്രദേശ് വെച്ചല്ലേ കണ്ടേ? അതെന്ന് തോന്നുന്നു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശാന്ന് തോന്നുന്നു. ഈ സ്ഥലപ്പേരാണ് സന്ദിപ്പേട്ടൈ. അതെ, നമ്മള് നിലക്കടലയുടെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. അവിടെ കടല പറിക്കുന്നുണ്ട്, നോക്കി വിളവെടുക്കുന്നുണ്ട്. ഇത് പറിക്കാറായതല്ലെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇത് പറിച്ച് ഇതുണ്ടല്ലേ, പറിച്ച് അടത്തി എടുക്കുന്നുണ്ട്. ഇതല്ലേ ഒരു ചുവട്. അതെ, നടത്തിയടത്തി കൊണ്ടുപോവാ അല്ലേ? പക്ഷെ അന്നേരം അവിടെ പറിച്ചിട്ടേക്കുന്നു. അതിന്റെ ചപ്പ മാത്രമായിരിക്കും. ആയിരിക്കും. തമിഴിൽ എന്നാ ചൊല്ലുക? കല്ല. നാഗെ കടലേന്ന് ചൊല്ലു. അങ്ങനെയും പറയും, രണ്ടും പറയും. അതെ, എങ്ങനെ വേണേലും പറയാം. അവിടെ എല്ലാം ഇത് പറിച്ചു വെച്ചത് ഇവരെല്ലാം ഇങ്ങനെ തിരിഞ്ഞ് പറിച്ചെടുക്കുക. ഒരെണ്ണം എടുത്ത് ഷാപ്പിട്ട് പറ. അതെ അല്ലേ, നല്ല റോസ് കളറ്. അക്ക കുറച്ച് തന്നു, നമുക്ക് രാജേഷിന് കൊണ്ട് കൊടുക്കാം. ഇതുണ്ടോ, ഇതെല്ലാം വെള്ളം അടിക്കുന്ന പൈപ്പാണ്. ഇത് ഓസ മടക്കിയിട്ടേക്കുന്നുണ്ടോ? ഇതിന് കയ്പുണ്ട് കേട്ടോ. ഇപ്പം ചെറിയ കയ്പുണ്ട്. പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതെ, ഉപ്പിട്ട് പുഴുങ്ങണം. ഉണ്ട്, ഇതെല്ലാം പറിക്കാറായതാ. അത് തീരുമ്പോൾ അവർ ഇവിടുത്തെ വന്ന് പറിക്കും. ഉണ്ട്, ഇതിൻ്റെയൊക്കെ ചോട്ടിലുണ്ട്. ഇത് നല്ലപോലെ നനച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ? എല്ലാം കയ്പിട്ടിട്ടുണ്ട്. അല്ല, നനയ്ക്കുമ്പോഴേ പറിക്കാനും എളുപ്പമുണ്ട് ഇനിയിപ്പോൾ ഇവർക്ക്. ഇതുകൊണ്ടോ? അതാ കേട്ടോ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നനയ്ക്കുന്നതെന്ന് തോന്നുന്നു. ശരിയാ, മണ്ണ് ഇളകുമല്ലോ. ഇത് ഇത്ര മേടിച്ചുള്ളൂ. സന്തോഷമായില്ലേ? അവിടെ വയ്ക്കുന്നൊന്നും അല്ലത്. അതെ, അവര് പറിക്കുന്നതാ. അവർക്ക് കാപ്പിക്കുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് വാ നമുക്ക്. അക്കാമാർക്കല്ലേ? തിരുച്ചങ്കോട് ബൈപ്പാസാ. നമുക്ക് ടൗണിൽ കൂടെ കയറിപ്പാ. മിക്കവാറും ടൗണുകൾക്കൊക്കെ ബൈപ്പാസായി തമിഴ്നാട്ടില്. അപ്പുറത്തെ വഴിന്നാണല്ലോ ഈ ബൈപ്പാസ് ഒക്കെ പുതിയതാ. രാശിപുരം വന്നില്ലേ? രാശിപുരം ബൈപ്പാസും അധികം കാലമൊന്നും ആയിട്ടില്ല. നേരത്തെ ബൈപ്പാസ് ഇല്ലായിരുന്നു. കാലം എന്ന് പറഞ്ഞാൽ കുറെ വർഷമായി കേട്ടോ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഉടനെ ആകുന്നതല്ല, കുറച്ച് നാളായി കാണും. പള്ളിപ്പാളയം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊരു ചിക്കൻ കറിയുടെ പേരല്ലേ? ചിക്കൻ പള്ളിപ്പാളയം ഉണ്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. പള്ളിപ്പാളയത്ത് വെക്കുന്ന കറി ആയിരിക്കും. അതെ, ചിലപ്പോ അങ്ങനെ ആവാം. നമുക്ക് നാടൻ ചിക്കൻ കറിയൊക്കെ വെക്കാൻ നേരത്തുള്ളൂ. പള്ളിപ്പാളയം ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, തിരുച്ചങ്കോട് ഈ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം ഉണ്ട്. കണ്ടോ, അങ്ങോട്ടുള്ള വഴിയത്. വണ്ടിയും കയറി ചെല്ലും, പിന്നെ നടന്നും പടി കയറിയും പോവാം. നമ്മൾ പണ്ട് നടന്നല്ലേ പോയത്? നമ്മൾ പോയിട്ടുള്ള പണ്ട് നടന്ന്. അർദ്ധനാരീശ്വര ക്ഷേത്രം, അത് ശിവപാർവതി ക്ഷേത്രം. പിന്നെ ഒരു മുരുകന്റെ ക്ഷേത്രമുണ്ട് അവിടെ, ചെങ്കോട് വേലവർ ക്ഷേത്രം. ഈ മലയുടെ മുകളിൽ നിന്നല്ലേ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. അതുകൊണ്ട് ഈ മലയ്ക്കൊരു ചുമന്ന കളറാ, ചെറിയ കല്ലിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ചെങ്കോട് മല എന്ന് പറയുന്നത്. മൊത്തം കല്ലാ അത്. ഈ തിരുച്ചങ്കോട് ഇന്ത്യയുടെ ബോർവെൽ ഹബ് എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ലോറി ബോഡി പണിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെയിൻ സെൻറ്ററും കൂടെയാണ് തിരുച്ചങ്കോട്. തിരുച്ചങ്കോട് ബോഡി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക വിലയാണ്. മെയിനായിട്ടും ലോറിയുടെ ബോഡി ചെയ്യുന്നതിനകത്ത് നാഷണൽ പെർമിറ്റ് വണ്ടി, ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികളുടെ ബോഡി പണിയുന്ന മെയിൻ ഒരു സ്ഥലമാണ് തിരുച്ചങ്കോട്. നാമക്കല്ലും ശങ്കരിലും ഒക്കെ ബോഡി വർക്ക്ഷോപ്പുകളുണ്ട്. എങ്കിലും തിരുച്ചങ്കോട് ബോഡി എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരാ. നമ്മുടെ വണ്ടികളെല്ലാം പണ്ട് തിരുച്ചങ്കോടായിരുന്നു ബോഡി ചെയ്യുന്നത്. ഇതല്ലേ തിരുച്ചങ്കോട് ടൗണ്? ഇവിടെ ആയിരുന്നു നമ്മുടെ ഒരു തിരുച്ചങ്കോട്. ഒരു സമയത്ത് ഒരു വണ്ടി എടുത്താൽ പിന്നെ അത് പണി തീരുന്നിടം വരെ ഇവിടെയായിരുന്നു. ഐലൻഡിന്റെ ചേസും എടുത്ത് ഒരൊറ്റ പോരിച്ച ഇങ്ങോട്ട്. പിന്നെ മഴ, വെയിലാണേ വെയില്, എല്ലാം സഹിച്ച് പിന്നെ ഒരു 10-20 ദിവസം ഇവിടെ ആയിരിക്കും. 40 ദിവസം വന്ന് നിന്നിട്ടുണ്ട്. തിരുച്ചങ്കോട് ബസ് സ്റ്റാൻഡ്. ഇത് ഇവിടുന്ന് ബസ്സേ കയറി ഈറോഡ് ഇറങ്ങും. മലമൂളി ക്ഷേത്രം കാണാം.
അതെ, അങ്ങ് ആ മലമുകളിൽ കാണുന്നതാണ്, അതാണ് അമ്മയപ്പർ കോവിൽ. അപ്പൊ ഇത് ഇവിടുന്ന് അങ്ങോട്ട്, ഇതിപ്പം ശങ്കഗിരി റോഡാണ്, തൃശ്ശങ്കോട് ശങ്കഗിരി റോഡാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ പോകുന്ന വഴിക്കാണ് വർക്ക്ഷോപ്പുകൾ കൂടുതലും ഉള്ളത്. ഈ സ്ഥലം അറിയപ്പെടുന്നതന്നെ പട്ടരമേടെന്നാണ്. പട്ടരമേടെന്ന് പറഞ്ഞാൽ, പട്ടര എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പുള്ള മേട്. ഓ, അങ്ങനെയാണോ പട്ടരമേടെന്ന് പറഞ്ഞത്? അതാണ് പട്ടരമേട്. പട്ടരമേടെന്നല്ല, പട്ടരമേട്. ഓ, അങ്ങനെ. ഞാനോർത്ത് ഈ പട്ടന്മാരൊക്കെ താമസിക്കുന്ന ഏരിയ അല്ലേ, അങ്ങനെ ആയിരിക്കും. അത് ശരി, എന്നാ അങ്ങനല്ല കേട്ടോ. പട്ടരമേട്, പട്ടര എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ്. പട്ടര. ഓക്കെ. കണ്ടോ, ഡ്രൈ സീറ്റ് ഒക്കെ കേട്ട്, സീറ്റ് ഇപ്പൊ ഒന്നും സീറ്റ് പണ്ട് പ്ലാസ്റ്റിക് കേട്ടുന്നവരുണ്ടായിരുന്നു ഇത്തിരി. ഇപ്പൊ അതൊന്നും ഇല്ല, സീറ്റൊന്നും ഇപ്പം വയ്ക്കുന്നില്ലല്ലോ അല്ലേ. ജാക്കികള് വേണ്ട, എല്ലാ സാധനവും ഇവിടെ, ലോറിയുടെ എല്ലാ പണികളും, എല്ലാ സാധനവും കിട്ടും. ജാക്കി സാധനങ്ങളെല്ലാം എല്ലാം കിട്ടും. അതേപോലെ തന്നെ ബോർവെല്ലുകളുടെ പണി, ബോർവെല്ലിൽ അടിക്കുന്ന വണ്ടിയുടെ പണി, റിഗ് വണ്ടിയുടെ എല്ലാ പണികളും ഇവിടെ തൃശ്ശങ്കോടാ നടക്കുന്നത്. ഇപ്പം വേനൽ സമയങ്ങളിലെല്ലാം ഈ വണ്ടികളെല്ലാം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും ഇവിടുത്തെ വണ്ടികൾ. ഇനി ഇതെല്ലാം കാണുന്നതല്ലേ എല്ലായിടത്തും. ഇനിയിപ്പം മഴയാകുമ്പോഴത്തേന് ഈ വണ്ടികളെല്ലാം തിരിച്ചു വരും. ആ സമയത്ത് ഇവിടെ വന്ന് ഈ വണ്ടികളുടെ എല്ലാം പണികൾ തീർക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകും. ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ ഉള്ളവരുടെ വണ്ടികൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വരുള്ളൂ ഈ വണ്ടി. നമുക്ക് നേരത്തെ പോകണം, ഇല്ലെങ്കിൽ ഇവിടെ വർക്ക്ഷോപ്പുകളിൽ കൂടെ ഒക്കെ വന്ന് ഒത്തിരി പരിചയക്കാരുണ്ട്. നമ്മുടെ പഴയ ഒരുപാട് വർക്ക്ഷോപ്പുകൾ നമുക്ക് പരിചയമുള്ളതുണ്ട്. എല്ലാം ഒന്ന് കറങ്ങിയിട്ട് പോയായിരുന്നു. ഇപ്പൊ നമ്മള് വൈകുന്നേരത്തേനും അവിടെ ചെല്ലണം, അതുകൊണ്ട് നമുക്ക് നേരെ പോയേക്കാം. പിന്നീട് ഒരു ദിവസം പിന്നെ വരാം. പണ്ട് ഞങ്ങള് ഈ അമ്പലത്തിൽ പോയത് എങ്ങനെയാണെന്നറിയോ? ഏതോ ഒരു വണ്ടി ബോഡി ചെയ്യാൻ നേരം ഇവിടെ വന്നപ്പം ഞങ്ങൾ കാറിന് വന്നു അല്ലേ. കാറിന് വന്നിട്ട് അല്ല, പിള്ളേരും ഉണ്ടായിരുന്നു. ആ, എന്നിട്ട് ഒരു ദിവസം ഇവിടെ റൂമിൽ കിടന്നിട്ട് രാവിലെ ആയിട്ട് നടന്നു, മല കയറി പോയി. 1000 പടിയും കണ്ടുണ്ട്. അല്ല, ഇതൊക്കെ കുഴൽക്കിണർ അടിക്കുന്ന വണ്ടിയുടെ സപ്പോർട്ട് വണ്ടിയാണ് അതൊക്കെ. ഇവിടെ പിന്നെ എല്ലാം ലൈലന്റ് വണ്ടികളേ ഉള്ളൂ. ഈ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഉള്ളിലേക്ക് എല്ലാം വർക്ക്ഷോപ്പുകളാണ്. ഇതുണ്ടോ, ഇത് ട്രാക്ടറെ കുഴൽക്കിണർ അടിക്കുന്നതാണ്. പണ്ടൊക്കെ ഈ കുഴൽക്കിണർ വണ്ടികളിലെല്ലാം ഈ തമിഴ്നാട്ടുകാർ തന്നെയായിരുന്നു പണിക്കാർ. ഇപ്പം ഇവിടെയും പണിക്കാർ കുറഞ്ഞു, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഇഷ്ടം പോലെ. അത് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന ആ വണ്ടിയുടെ ഉണ്ടോ, 4 വീല് ഒഴിച്ച് അപ്ഗ്രീസിങ് ഒക്കെ ചെയ്യുക. ഡീസൽ ടാങ്ക് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. ഇതെല്ലാം ഫൈബർ ടാങ്കാണ്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനായിട്ടാണ് പണി ചെയ്യുന്നത്. ഒരു പണി ചെയ്യുന്നവർ അവർ ആ പണി മാത്രം. അങ്ങനെ ഇവിടുത്തെ പണി പെട്ടെന്ന് തരും. സീറ്റ്, ബോണറ്റ് കവർ ഒക്കെ ചെയ്യുന്ന ജാക്കിയും ഡീസടിക്കുന്ന പമ്പും. അതുകൊണ്ട് ഒരു കെട്ടുവെള്ളം കിടക്കുന്നുണ്ടോ? ഒരു വണ്ടിയായിരുന്നല്ലേ, ഞാൻ ആദ്യം ഓർത്ത് 2 വണ്ടിയായിരുന്നു. അതെ, ചുണ്ടൻവെള്ള. ഇതൊക്കെ ഇവിടെ പറ്റുള്ളൂ. അത് മാട്ടുവണ്ടിയാ, മാടിനെ കൊണ്ടിരുന്ന വണ്ടി. നമ്മളിപ്പോ കുറെ വർഷമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലോ. അങ്ങനെ പണികളൊക്കെ നമ്മൾ അവിടെ തന്നെ ചെയ്യുന്നോണ്ട് ഒരുപാട് മാറിപ്പോയി അല്ലേ. നല്ല ഡെവലപ്പായി ഇവിടെ ഒക്കെ. ഈ ചേസൊക്കെ ബോഡി ചെയ്യാൻ വന്നേക്കുന്ന വണ്ടികളാ വേണ്ടോ. അത് 16 വീലും 14 വീലും ഒക്കെയാ ഉണ്ടോ, പഴയ ബോഡി വർക്ക്ഷോപ്പ്. അതൊക്കെ ഒരു കാലമായിരുന്നു. വണ്ടി ബോഡി ചെയ്യാൻ എടുത്തോണ്ട് വരികയും ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള ഇവനാ രാജേഷാ. അത്ര വെയിലും ചൂട് വന്നേ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ചൂട് നമുക്ക് അറിയാലോ. പിന്നെ എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പണി തീരാൻ വേണ്ടി ഓരോ സ്ഥലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കണമല്ലോ. ഈ നടപ്പല്ലേ. ആദ്യം വണ്ടി പണിയാൻ വന്നപ്പോഴാണ് രസം. എന്നാ ആ വണ്ടി ചെയ്സയില് ഒരു നെറ്റ് ബോൾട്ട് ഇവര് വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ലാതെ വെക്കത്തില്ല. അങ്ങനായിരുന്നു, അതിന്റെ ചോട്ടിലിരിക്കുക. രാവിലെ പണിക്കാർ വരുന്നതിന് മുമ്പേ അവിടെ ചെല്ലും. പണിക്കാർ പണി നിർത്തി പോകുമ്പോഴേ തിരിച്ചു റൂമിൽ പോകുന്നു. അവരെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പോകും. അങ്ങനായിരുന്നു. ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് വീട്ടിൽ പോകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്സും കൊണ്ട് ഇങ്ങോട്ട് വരും. സാധാരണ എങ്ങനെയാ, ചെയ്സ് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അങ്ങ് പോകും. എന്നാ വെച്ചാൽ കൊണ്ടുവന്ന ഉടനെ ഇവര് പണി തുടങ്ങിയ കൊണ്ടുപോയിട്ടിട്ട് നേരെ മിക്കവാറും ജയന്തി ജനതയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ട്രെയിന് ഇവിടെ നേരെ പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ അവിടെ ഈറോഡ് ഇറങ്ങുക. അവിടുന്ന് അടുത്ത് ലോക്കൽ ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, ട്രെയിന് കയറുക. ജയന്തിക്ക് ഇവിടുന്ന് 9 മണിക്ക് കയറിയ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും കോട്ടയത്ത് എത്താം. അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് വരണമുണ്ടായിരുന്നു, സൂപ്പർ ഫാസ്റ്റ്. ഇല്ലെങ്കിൽ അതിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സീരം ഇവൻ പിന്നെ ഇവിടെ വന്ന് സ്ഥിരം നിൽക്കാൻ നല്ല പരിചയ. ചിന്നത്തമ്പിയുടെ പരിചയക്കാരേ ഉള്ളൂ. ഒത്തിരി കമ്പനിക്കാരുണ്ട്. അതെ, ഇതുണ്ടോ, ഇതെല്ലാം കുഴൽക്കിണർ വണ്ടികൾ പണിയുന്ന സ്ഥലമാണ്. ഈ കുഴൽക്കിണർ വണ്ടിക്കാരല്ലേ ഈ വർഷത്തെ സീസൺ കഴിഞ്ഞ് തിരിച്ചു വന്നതാ. മഴ തുടങ്ങിയില്ലേ, നോർത്തിലൊക്കെ മഴയല്ലേ. കണ്ടോ, ഇത് ടിപ്പർ പണിയുന്ന ഏരിയ ആയത് വർക്ക്ഷോപ്പാ. ടിപ്പർ ബോഡി ചെയ്യുന്നുണ്ടോ.
ഇതുണ്ട്, ഇത് പണിയൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടേക്കുക. ഒരെണ്ണം പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സർവീസ് സെൻ്ററാണ്. ഇത് കൊണ്ടുവന്ന് സർവീസ് എല്ലാം ചെയ്ത് പെയിൻ്റ് അടിക്കാനൊക്കെ കൊണ്ടുപോകും. എന്തോരം വണ്ടി കണ്ടല്ലേ ഇപ്പൊ ഇത്. ഇതൊന്നും അല്ല, ഒത്തിരി ഉണ്ട്. ഇത് നമ്മളൊരു 10% ഏരിയയിൽ പോലും പോയില്ല. പിന്നെ ലോറി ബോഡി ചെയ്യുന്ന നാമക്കല്ലും ശങ്കകരിയും എല്ലായിടത്തും ഉണ്ട്, ഇഷ്ടം പോലെ വർക്ക്ഷോപ്പ്. അത് നമ്മൾ ഹൈവേ കൂടെ വരുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല. പണ്ടൊക്കെ ആദ്യമൊക്കെ ടെസ്റ്റ് വർക്കിന് പോലും ഇവിടെ വരുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് എല്ലാ പണിയും തീർത്തങ്ങ് പോവാം. ദൂരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ 10-15 ദിവസം കൊണ്ട് ബോഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും ഒന്നും നടക്കുകയല്ല. അതിന് 2 കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷോപ്പ് നല്ല വർക്ക്ഷോപ്പ് ആയിരിക്കണം. സാമ്പത്തികമായിട്ട് നല്ല ഇതുള്ളിടത്ത് കൊടുത്താൽ അവർ പെട്ടെന്ന് എടുത്ത് പണി തുടങ്ങും. ചിലയിടത്ത് കൊടുത്ത് പെട്ടും പോകും. അങ്ങനെയും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്. ഇത്രയും വന്ന് നമുക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ദിവസം മാക്സിമം 20 ദിവസം കൊണ്ട് ബോഡി ചെയ്ത് കിട്ടും. കറക്റ്റായിട്ട് പണിയാണ്. ഇപ്പൊ പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് പുതിയ വണ്ടിക്ക് ബോഡി കെട്ടാൻ പറ്റിയല്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിലെ ഇപ്പൊ ARI അപ്രൂവലുള്ള വർക്ക്ഷോപ്പിലെ ബോഡി ചെയ്താലേ നമുക്ക് കേരളത്തിൽ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിൽ മാത്രമേ ബോഡി ചെയ്യാൻ പറ്റുള്ളൂ പുതിയ വണ്ടിക്ക്. പഴയ വണ്ടി വേണേ റീബോഡി വേണേ ഇവിടുത്തെ തമിഴ്നാട്ടിൽ വന്ന് ചെയ്യാം. അതെ, ബോഡി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുതിയ വണ്ടി ഇപ്പോഴും ബോഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, ചെറിയൊരു തടസ്സമുണ്ട്. അതെ, കേരളത്തിൽ ബോഡി ചെയ്ത് ARI അപ്രൂവലുള്ള വർക്ക്ഷോപ്പിൽ ബോഡി ചെയ്താലേ നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ARIയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അങ്ങനെയുള്ള വർക്ക്ഷോപ്പിൽ ചെയ്യണം, അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ. അതെ, അതിപ്പം നമുക്ക് കേരളത്തിൽ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളായി. അങ്ങനെയുള്ള പണ്ട് ഇത്രയും ബോഡി വർക്ക്ഷോപ്പുകൾ ഇല്ലായിരുന്നു. അതുണ്ടോ പോന്നെ? അതെന്നാ സാധനം എന്നറിയാം? ഗുഡ്സാ. അതെന്നാ കൊണ്ടുവന്ന? തൃച്ചങ്കുടേക്ക് ഇരുമ്പും കൊണ്ട് വന്ന കണ്ടില്ലേ? അതെ, റെയിൽവേയുടെ പാളം തന്നെയാ കൊണ്ടുപോകുന്നത്. കണ്ടോ? അതെ, കണ്ടില്ലേ? അതിനകത്തിരിക്കുന്ന ലോഡാ. അത് ഒന്ന് പറഞ്ഞു ഒപ്പിച്ചോണ്ട് ഒരു കാര്യം. ഇവിടെ ഒത്തിരി ആയിട്ടുള്ള ലോറികളൊന്നും പോകത്തില്ല. പഴയ വഴിയാ. ഇവിടെ റോഡ് താത്തും കൊടുത്തേക്ക. അങ്ങോട്ട് പോയാൽ ശങ്കേരി. നമുക്ക് ഇതിലെ ഒരു ഷോർട്ട് ഉണ്ട്. ഇതിലെ നേരെ അങ്ങോട്ട് നമുക്ക് ഹൈവേയിലേക്ക് കയറാം. ചേസൊക്കെ എടുത്ത് ഇപ്പം ഈ ചേസിന് ഒരു കൂടുണ്ട്. ഏതാ ആ ഡ്രൈവർക്ക് ഒരു കൂട് പോലെ പടുതായുടെ ഒരു കൂടുണ്ട്. ആദ്യമൊന്നും അതില്ല. ഡ്രൈവിംഗ് സീറ്റിന് സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ, വേറൊരു കൂടും ഇല്ല. വെയിലെങ്കിൽ വെയില്, മഴയെങ്കിൽ മഴ. മഴയൊക്കെ നനഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ ദൂരമൊന്നും അല്ല ഓടിക്കണ്ടേ. അവിടുന്ന് 375 കിലോമീറ്റർ ഉണ്ട്. 400 കിലോമീറ്റർ അടുത്ത് വരും. ഓടിയത്തില്ല. ചാടി. അന്ന് ഡബിൾ റോഡല്ലേ ഉള്ളൂ. ഇന്ന് 4 ലൈൻ ആയല്ലോ. ഈ റോഡിൽ ഇന്നലെ ഈ BMBS ടാറിങ് ഒക്കെ മറ്റേന്ന് പറഞ്ഞാൽ ചാടി അങ്ങനെ അങ്ങ് പോരണം. ഇവിടെ വന്നിട്ട് ദിവസം കണ്ണ് അടയ്ക്കത്തില്ല. കണ്ണടച്ച കണ്ണിലോട്ട് മണല് വാരിയിട്ട പോലെ ഈ കാറ്റും പൊടിയും എല്ലാം അടിച്ചിട്ട് ഒരു പരുവായിട്ടാ വരുന്നത്. പിന്നെ ഒരു 3-4 ദിവസത്തേന് ശരീരം പഴയ ഒരു ഇതിൽ എത്തണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിയണം. അതുണ്ടല്ലോ ചേസൊക്കെ നിർമ്മിക്കുന്ന അവര് തന്നെ, അവർക്കൊരു പ്ലാനിങ് ഇല്ലാത്തോണ്ടാണ്. അല്ലെ പണ്ടേ അങ്ങനെ വേണ്ടായിരുന്നു? ആ ഒരു കൂട് പോലെ വേണ്ടായിരുന്നോ? അല്ലെങ്കിലും ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് ആരെയും നോക്കാറില്ല. അവര് നല്ല വണ്ടി പണിയുമ്പോ അങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ. ഒരു കാറാണേത് എങ്ങനെയാണോ? അല്ലല്ലോ. അതല്ല, ഇപ്പൊ പിന്നെ ക്യാബിനുള്ള വണ്ടികൾ വരാൻ തുടങ്ങിയപ്പോ ആ ഒരു ബുദ്ധിമുട്ടില്ല. AC ക്യാബിനും പിന്നെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതേപോലെ തന്നെ തൃച്ചങ്കോട് എല്ലാ വീട്ടിലും ഓരോ ലോറി കാണും. തൃച്ചങ്കോട് തന്നെയല്ല, ശങ്കഗിരിയില് എല്ലാ വീട്ടിലും ഒരു ലോറി കാണുമെന്നാ പറയുന്നത്. ഇപ്പൊ പിന്നെ പണ്ടത്തെ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ശങ്കഗിരി, നാമക്കല്ല്, തൃച്ചങ്കോട് ഇവിടെ എല്ലാം ലോറികളുടെ കേന്ദ്രമാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോറികളുള്ളത് ഈ നാമക്കല്ലിലാണെന്നാ തോന്നുന്നത്. നാമക്കൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ ശങ്കഗിരിയും തൃച്ചങ്കോടും എല്ലാം വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ലോറികളുള്ള ഇവിടെയാണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ കൂടെ പോയാലും അവിടെ ഒരു TN വണ്ടി ഏത് സ്റ്റേറ്റിലും ഉണ്ടാവും, കാണാം. നമ്മുടെ പഴയ NH 47 ആയിരുന്നു. ഇപ്പം NH 544. ഇത് പഴയത്. ഇപ്പം 4 ലൈൻ അപ്പുറ സൈഡിൽ കൂടെ പോകുന്നത്. നമ്മൾ പണ്ട് കാലത്ത് വരുമ്പോൾ ഇതിലായിരുന്നു. അതെന്ന് ഇതും 4 ലൈനായി. ഇപ്പം ഇതൊക്കെ ഡബിൾ ലൈൻ ആയിരുന്നു അന്ന്. ഇതുണ്ടോ ലോറികൾ? ഇതെല്ലാം ലോഡ് കയറ്റി ഇപ്പം ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ലോഡ് കയറ്റിക്കൊണ്ട് വന്നേക്കുന്നതായിരിക്കും, അല്ല കേരളത്തിലേക്ക് പോകേണ്ടതായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് ഒരു ദിവസം ഇവർ ഡ്രൈവർമാർ വീട്ടിലൊക്കെ പോയി വണ്ടിക്ക് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടായി ചെയ്ത് അങ്ങനെ പോകുന്നത്. രാജേഷ് ബ്രോയ്ക്ക് റെസ്റ്റ് കൊടുക്കുക അല്ലേ? അതെ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ഉറങ്ങണേ കേട്ടോ. ഞാൻ ഓടിച്ചോളായിരുന്നു. ഓടിക്കുന്ന സുഖം. നമ്മൾ ആ ഡീസൽ അടിച്ചതേ തൃച്ചങ്കോട് റിംഗ് ഉരുമയാളർ സംഘത്തിന്റെ പെട്രോൾ പമ്പിൽ നിന്നായിരുന്നു. അതെല്ലേ? അതുകൊണ്ട് 1 രൂപ വെച്ച് ഡിസ്കൗണ്ട് ഉണ്ട് ലിറ്ററിന്. 100 ലിറ്റർ അടിച്ചപ്പം 100 രൂപ ഡിസ്കൗണ്ട്. അതായത്
തിരുച്ചങ്കോട് റിഗ് വണ്ടികളില്ലേ, അതായത് കുഴൽക്കിണർ വണ്ടികളുടെ ഓണർമാരുടെ അസോസിയേഷനാണ്, അവരുടെ പമ്പാണ് അത്. അതേപോലെ തന്നെ ലോറി ഓണേഴ്സ് അസോസിയേഷൻ്റെയും പമ്പുണ്ട്, സ്പെയർ പാർട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഭയങ്കര നല്ലപോലെ നടക്കുന്ന സംഭവമാണ്. അസോസിയേഷനും ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളും ഭയങ്കര സ്ട്രോങ് ആണ്. ഒരുപാട് അംഗങ്ങളുണ്ട് ഇവിടെ. തിരുച്ചങ്കോട് നാമക്കൽ ഇവിടെ എല്ലാം ഉണ്ട്, ശൃംഗേരി എല്ലാം ഉണ്ട്. ഇതുപോലുള്ള പമ്പുകൾ, സ്പെയർ പാർട്സ് കടകൾ, അങ്ങനെയുള്ള എല്ലാം. ഒറ്റ വണ്ടി ഉള്ളവർക്കൊക്കെ ലോൺ കൊടുക്കുന്നു. അതുകൊണ്ട് ഒത്തിരി പരിപാടികളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അതേപോലെ തന്നെ വണ്ടിയുടെ എല്ലാ പാർട്സും, ഓയിൽ, ടയർ, പടുത, കയർ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇവരുടെ അസോസിയേഷൻ്റെ കടകളിലുണ്ട്. അവിടുന്ന് ലോണായിട്ടൊക്കെ, ടയറൊക്കെ ആണെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ലോണായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ലതാ. അതുകൊണ്ട് എല്ലാവർക്കും പിടിച്ച് നിൽക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരിടത്ത് പോയി വാടക കിട്ടിയില്ലേ, അന്നേരം അസോസിയേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരിടപെടും അതിനകത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ, വണ്ടി എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. NH 544 അത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കയറാം. ഇവിടുന്ന് നേരെ അങ്ങ് പോയാൽ കോയമ്പത്തൂർ 118 കിലോമീറ്റർ. അപ്പം നമ്മൾ NH 544 വന്ന് കയറി. ഇനി നേരെ ഇതിൽ തന്നെ അങ്ങ് പോയാൽ മതി, കൊച്ചി വരെ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാ. കർണാടക ട്രിപ്പ് കഴിഞ്ഞ് വന്നായിരുന്നു. എങ്ങോട്ടാ? മനസ്സിലായി. സേലത്ത്. വീട് എവിടെ? ഇടുക്കിയില്ല, കോതമംഗലം. മലയാളികൾ ഒരുപാട് പേര് തമിഴ്നാട്ടിലെ വണ്ടി ഓടിക്കുന്നുണ്ട്. അതെ. ഇങ്ങോട്ട് വന്നപ്പോ ഒരു പച്ചപ്പല്ലേ. ഇവിടെയൊക്കെ മഴ നമ്മളാ വന്ന സ്ഥലത്തിനെക്കാട്ടി കൂടുതൽ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആകാശത്തെ നല്ല മഴക്കാറുണ്ട്. ചെറുതായിട്ട് 2-3 തുള്ളി മുമ്പേ ഒന്ന് പൊടിഞ്ഞായിരുന്നു. ഞാൻ അവിടുത്തെ മഴ പെയ്യുമായിരിക്കുന്നു, പക്ഷെ അതങ്ങ് മാറി. ഇത് കാവേരി നദിയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. വെള്ളം വളരെ കുറവാട്ടോ, ഉണ്ടെന്നാലും. ഇവിടെ എന്നാ വീതിയാന്ന് നോക്കിയാൽ നദിക്ക്. നദികളൊക്കെ ഉത്ഭവിക്കുന്നിടത്തെ വീതി കുറവാ. അതെ, ചെറിയ നദിയായിട്ടാണ് നമ്മൾ കർണാടക കണ്ടേ. ഈ നദിയിൽ ഒത്തിരി പാറക്കെട്ടുകളുണ്ട്. പാറ എവിടെ ഇല്ല, പശുക്കളൊക്കെ മേഞ്ഞു കിടപ്പുണ്ട് നടുക്കൂടെ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം. ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന ഒരു ക്ഷേത്രം അത്. കാവേരി നദിയുടെ തീരത്ത് തന്നെ. തൃശ്ശൂർ 201 കിലോമീറ്റർ. ഇവിടെ 250 രൂപയാ ഈ മിനി ബസ്സിനോ? 4 ലൈൻ ആയതുകൊണ്ടേ വണ്ടി അങ്ങനെ അധികം നിൽക്കുന്നില്ല. വണ്ടി നല്ലപോലെ ഇങ്ങനെ ഓടിപ്പോകും. വലിയ ബ്ലോക്കൊന്നുമില്ല, നല്ലപോലെ അങ്ങനെ ഓടിയെത്തും ഈ വഴിക്ക് പോകുമ്പോൾ. നമ്മളെ കോയമ്പത്തൂർ എടുക്കാറായി. 50 കിലോമീറ്റർ. പെട്ടെന്ന് വന്നല്ലേ? ഇങ്ങോട്ട് വഴി നല്ലതല്ലേ. ഈ വണ്ടിയുടെ വീതി ഉണ്ടോ? ടയർ കഴിഞ്ഞു ഒരു സൈഡിലോട്ട് ഒരു 1.5 അടിയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. റോഡ് നിറഞ്ഞാ പോന്നെ. 3 വണ്ടി പോകേണ്ട റോഡാ, 3 ലൈനാ. പക്ഷെ നോക്കിയേ വീതി കാരണം ഇതൊരു, എനിക്ക് തോന്നുന്നു ഒരു 9 അടി വീതി കാണും. സാധാരണ നമ്മുടെയൊക്കെ വണ്ടി 7.75, 8ഒക്കെയാ. ഒരു 9 അടിയാണ്. 9 അല്ല, 9ന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. മഹാരാഷ്ട്ര വണ്ടി അവിടെ ക്യാബിൻ പണിത് വെച്ചേക്കുന്നുണ്ടോ? എങ്ങനെയാന്ന് ക്യാബിൻ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ പണിതേക്ക, കെട്ടുവെള്ളം പോലെ. ചായക്കല്ലേ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോയി. ഇങ്ങോട്ട് വന്നപ്പോ ചൂട് കുറഞ്ഞു കേട്ടോ. നല്ല തണുത്ത കാറ്റ്. കാപ്പി കുടിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പുതിയ സപ്ലയറാണ്. അപ്പോൾ ജ്യൂസ് പറഞ്ഞു, ഓരോ ഓറഞ്ച് ജ്യൂസ്. അതെ. ബസ്സുകളുടെ കളർ നോക്കിയേ. അതെ, എന്നാ കളർഫുൾ ആണ്. അതെ, അതിവിടുത്തെ പ്രൈവറ്റ് ബസ്സാ. അതെ, കളർ തന്നെയല്ല, അതിന്റെ ലൈറ്റിംഗ് ഉണ്ടോ? ലൈറ്റാ, മൊത്തം ലൈറ്റാ. രാത്രി ഇപ്പൊ നല്ല രസമുണ്ട്. അതെ. അപ്പൊ ഇനിയിപ്പോ 4 ലൈൻ ഒക്കെ കഴിഞ്ഞു. ഇനിയും ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഡബിൾ ലൈനാണ്. ഇവിടെ കുറച്ച് ദൂരം പിന്നെ എല്ലാൻ്റെ റോഡ് മാത്രമേ ഇച്ചിരി ഡബിൾ ലൈൻ ഉള്ളു. അത് കഴിയുമ്പോൾ 4 ലൈനാണ്. പക്ഷെ അവിടെ ഇച്ചിരി തിരക്കുണ്ടായിരിക്കും. ഇവിടെ കുറച്ച് ഭാഗം മാത്രം. ഇവിടെ ഈ സമയം ആയതുകൊണ്ടേ ഇച്ചിരി തിരക്കുണ്ടാവും. ഇതെല്ലാം പെട്രോൾ ടാങ്കറാ. ഒത്തിരി എണ്ണം ഉണ്ട് അല്ലേ ഇവിടെ. ഈ വഴിക്ക് ഇവിടെ കുറെ സിഗ്നലുകളുണ്ട്. എല്ലാം കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഓരോ ഡയറക്ഷനിലേക്ക് പോകുന്ന വഴികളാണ്. ഭയങ്കര ട്രാഫിക്. രാത്രിയിലും തിരക്കുണ്ട്. ഇവിടെയൊക്കെ ഇനി ഫ്ലൈ ഓവർ ആവുമായിരിക്കും. നല്ല ബ്ലോക്ക് ആണല്ലോ. ഇതെന്നാ സംഭവം? ലോറികളാണ് ഏറ്റവും കൂടുതൽ. മൊത്തം ബ്ലോക്ക്. എത്ര സമയല്ലേ? പാലക്കാട് വണ്ടി ഇത് ചാവടി ആറ്റുക. ഇവിടുത്തെ ഒരു തിരക്കുണ്ട്. പക്ഷെ അവിടെ കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് വലിയ തിരക്കൊന്നുമില്ല. ഇന്നലെ ഒരു കുറുമ്പൻ പോകുന്നുണ്ട്. എന്നാ പൊടിയാന്ന് നോക്കിയേ. ഇത് റീടാർ ചെയ്യാൻ വേണ്ടി ഇത് പൊളിച്ചിട്ടേക്കാന്ന് തോന്നുന്നതാ. മഞ്ഞാന്ന് തോന്നുന്നില്ല, കോടമഞ്ഞ്. അപ്പം നമ്മളിത് കേരളത്തിലേക്ക് കയറാൻ തുടങ്ങാം. അപ്പം ഇവിടോട്ട് വന്നപ്പോൾ ചെറുതായിട്ട് മഴയൊന്ന് ചാറുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാളയാറെത്തി.
മഴയൊന്നും ഇല്ല ഒരിടത്തോട്ടും, ചുമ്മാ ഒന്ന് ചാറിപ്പോയതേ ഉള്ളൂ. അപ്പൊ നമ്മള് പാലക്കാടൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പോന്നു. ഇടയ്ക്ക് ഓരോ ചെറിയ മഴയൊക്കെ പെയ്തു. ഉറക്കമൊക്കെ വരുന്നുണ്ടോ? ഉറക്കമൊന്നുമില്ല, വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അതെ പാസ്സായി പോകുന്നു, വലിയ കുഴപ്പമില്ലാതെ. ഇനിയിപ്പോ ഉറക്കം വരുന്നവരൊക്കെ കിടന്നുറങ്ങുക, അല്ലാത്ത ആളിരുന്ന് വണ്ടി ഓടിച്ചോളും. അതിനുള്ള സമയമില്ല, ഉറങ്ങേണ്ട സമയമാകുമ്പോഴത്തേനും മേടിച്ചല്ലോ. അപ്പൊ എന്നാ പിന്നെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.